ഐ തിങ്സ് എല്ലാം കുളമായി. ഇതുവരെ വെന്തമ്മച്ചി തേപ്പാണ്. ഇല്ല, സാധനം വെന്തോ ഒന്നുമില്ല. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതും കുളമായി. ചതിക്കല്ലേ മിക്സി. ബേക്കിംഗ് പൗഡർ ഇല്ല, അനക്കൊന്നുമില്ല. ജെമിനി ജെമിനി ഗായ്സ്, അനക്കൊന്നുമില്ല. സമയം കൃത്യമായി പറയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഏകദേശം അങ്ങോട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ M4 മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് തോന്നുന്നു, അല്ല, കുറച്ച് ദിവസത്തിന് മുമ്പേ അല്ലേ ഞാൻ വീഡിയോ ഇട്ടോളൂ. കഴിഞ്ഞ മാസമാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. ഐ തിങ്ക് സോ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലായിരുന്നു. കറികളുണ്ട്, എന്നാലും മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോന്ന് വേഗത്തരം കാണിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മുട്ട വെച്ച് ചിലപ്പോൾ ഉള്ളി എരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നോക്കും. അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച് ഒരു വെറൈറ്റിക്ക് ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് ചോദിച്ച് ഒരു വെറൈറ്റി ഓംലെറ്റ് ഉണ്ടാക്കിയാണെന്ന് വിചാരിച്ച്. അപ്പം അവർ പറഞ്ഞെന്ന് ഓംലെറ്റ് ഉണ്ടാക്കി സെറ്റായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കഴിച്ച് എനിക്കിഷ്ടപ്പെട്ട്, പൊതുവെ എനിക്കിഷ്ടപ്പെട്ട്. അപ്പം ഓക്കെ, കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവർ ആണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലിട്ടാലോ എന്തെങ്കിലും ഉണ്ടാക്കി. അപ്പോഴാണ് ഇന്നലെ മെനങ്ങാന്നെന്തോ പ്ലാവിൽ നിന്ന് പഴുത്ത ചക്ക വന്നു വീണു. അപ്പം ജസ്റ്റ് മിസ്സായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ കിട്ടി, പഴുത്ത ചക്ക കിട്ടി. അപ്പം നമുക്കിന്ന് ഗൂഗിൾ ജെമിനി വെച്ച് ചക്ക കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് ചോദിക്കാൻ പോകരുന്ന് ചോദിക്കാൻ പോകണേ. ജെമിനി, ചക്ക കേക്ക് ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചു തരണം. അല്ല, എനിക്കിന്ന് ഉണ്ടാക്കണം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരണം. ഞാൻ കേക്കൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായും ചക്ക കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴുത്ത ചക്ക, മൈദ, പഞ്ചസാര, മുട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വെണ്ണ, വാനില എസൻസ് എന്നിവയാണ് പ്രധാന ചേരുവകൾ. എല്ലാം അപ്പൊ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം വിജയിക്കുമെന്ന്. ഓക്കെ, ഞാൻ ജെമിനി ഹോൾഡാക്കി വെച്ചേക്കാണേ. അപ്പം ചക്ക ഇവിടെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച് പേർക്ക് തിന്നാനുള്ളതുണ്ട്. പിന്നെ ഇതിൽ എത്ര എണ്ണം അരയ്ക്കുമ്പോൾ കാണുമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാനെങ്കിലും ഉണ്ടാക്കാം. അപ്പം എനിക്കത് വായിലോട്ട് തന്നെ പോകാൻ ചക്ക. ജെമിനി ചക്ക എടുത്തു. ഇനി ചക്ക എന്താണ് ചെയ്യാനുള്ളത്? ചക്ക നന്നായി പഴുത്തതാണെങ്കിൽ കുരുവും ചവണിയും ഒക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. അത് നമുക്കത് ചെയ്യാം. നമുക്ക് ചക്ക ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. അരച്ചെടുക്കാം ഇത്. ജെമിനി ചക്ക അരച്ചേ, ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതിലേക്ക് പഞ്ചസാരയും മുട്ടയും ചേർത്ത് നന്നായി ഇളക്കുക. പഞ്ചസാരയും മുട്ടയും നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി ബേക്കിംഗ് പൗഡർ ഇല്ല, ബാക്കിയുള്ളതുണ്ടെന്നോ നോക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കണില്ല മുട്ടയൊന്നും, അല്ലാതെ ചേർക്കാം. അതിൻ്റെ കൂടെ ചേർക്കാൻ താല്പര്യമില്ല, അല്ലാതെ ഞാൻ ചേർക്കാം കേട്ടോ. അപ്പം ചക്ക അരച്ച് കഴിഞ്ഞിട്ട് എന്തെന്ന് പറഞ്ഞു തന്നാൽ മതി. അനക്കൊന്നുമില്ല. ജെമിനി ഗായ്സ്, അനക്കൊന്നുമില്ല. ചതിച്ചോ ഭഗവതി? അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എൻ്റെ ബേക്കിംഗ് പൗഡർ ഇല്ല. അതിന് പകരം എനിക്ക് എന്തിടാൻ പറ്റും? ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ ഒരു നുള്ളു വിനാഗിരിയോ നാരങ്ങാ നീരോ കൂടി ചേർത്താൽ മതി. ഇത് കേക്ക് നന്നായി പൊങ്ങി വരാൻ സഹായിക്കും. നമുക്കപ്പോൾ അത്രയും ചെയ്യാം ഗായ്സ്. മതിയാവും. മൈദ, ബേക്കിംഗ് സോഡ എത്രയാ വേണ്ടേ? സാധാരണ ഇത്ര ഇടണേ. മൈദയ്ക്ക് അനുസരിച്ചാണ്. ഒരു
ടീസ്പൂൺ മതിയാകുമെന്നാണ് എൻ്റെ ഒരു. അപ്പം ഇത്തിരി നാരങ്ങ നീരും കൂടെ ചേർത്തോണം. ഇനി കഴിക്കും. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിന് പകരം നാരങ്ങ നീരും ചേർത്ത് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി ഒരു പാത്രത്തിൽ മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്യുക. അതിലേക്ക് വെണ്ണയും വാനില എസൻസും ചേർത്ത് ഇളക്കുക. അപ്പം പറഞ്ഞൊരു പാത്രത്തിൽ എടുക്കാനാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം. തിങ്സോ 2 മുട്ട മതിയാവുമായിരിക്കും. പിന്നെ പഞ്ചസാര ഇങ്ങനത്തെയാണ് ഉള്ളത്. ഇനി അതിനെ പൊടിക്കണം എന്നാണ് തോന്നുന്നത്. എന്തായാലും പൊടിക്കാം. പൊടിച്ചിട്ട് ഇനി അവർ പറയുന്നത് വാനില എസൻസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഏലക്ക പൊടി ചേർത്താൽ മതി. അപ്പോൾ ഏലക്ക പൊടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം, താമസിപ്പിക്കണ്ട. എഗ്സ് എടുത്തു. എന്നിട്ട് പ്രതീക്ഷയില്ല. ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇതാണ് ഏലക്കപ്പൊടി. ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒത്തു പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരുമിച്ചിടാമല്ലോ. അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ടില്ല. പഞ്ചസാരയിട്ട് പൊടിച്ചിടുന്നത് ചതിക്കല്ലേ മിക്സി. അത്യാവശ്യം പൊടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ഗൈസ്. ഇവിടെ ഇന്ന് പാലില്ല. അപ്പം ജെമിനി പറയുന്നത് തേങ്ങാപ്പാൽ ചേർക്കാനാണ്. ഗൈസ് ഇവിടെ ഭയങ്കര സൗണ്ടാണേ. അപ്പം തേങ്ങാപ്പാലായിട്ടുണ്ട്. അപ്പം ജെമിനി, ഞാൻ ബാക്കിയെല്ലാം ചെയ്ത് ചക്കയുടെ ബാറ്ററും ഉണ്ടാക്കി വെച്ചു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? എല്ലാം ആയി. ഇനി ഈ മിശ്രിതം ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച്. കേക്ക് ടിന്നില്ല. കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഒരു കുക്കർ ഉപയോഗിക്കാം. കുക്കറിൽ കുറച്ച് ഉപ്പ് നിരത്തി അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെക്കുക. അത്രയ്ക്കുള്ള ഉപ്പൊന്നും ഇല്ല. ഉപ്പ് കുറവാണെങ്കിൽ ഒരു കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാം. അതിൽ കുറച്ച് വെണ്ണ പുരട്ടി ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അടി കരിയാതെ ശ്രദ്ധിക്കണം. ഗൈസ്, ഞാൻ സീരിയസ്ലി പറയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് കേക്ക്. അത് മറ്റേ ബിസ്ക്കറ്റിൽ അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കോവിഡ് ടൈമിൽ. ബിസ്ക്കറ്റിൽ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഉണ്ടാക്കണം. അതിൽ മൈദ ഇങ്ങനത്തെ ഒരു സാധനം ചേർക്കണ്ടല്ലോ. അപ്പോൾ അത് ചേർത്തപ്പോൾ ഞാൻ ഇഡലി തട്ടിലാണ് വെച്ചത്. അപ്പം കുക്കറി വെക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ഇഡലി തട്ടി വയ്ക്കാൻ പോകുന്നു. ഇത് മാത്രമല്ലേ നമ്മൾ ജെമിനി പറഞ്ഞതിൽ വെച്ച് കേൾക്കാതിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ ചെയ്തില്ലേ. അപ്പം ഇത് സഹിക്കട്ടെ ജെമിനി. വേറെ പാത്രങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ ബട്ടറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിൽ നമുക്ക് ബട്ടർ തേച്ചിട്ട്, ബട്ടറല്ല നെയ്യ് തേച്ചിട്ട് ബാക്കി നെയ്യ് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഗൈസ്. കേക്കിൻ്റെ ABCD ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എവിടെ നിന്നൊക്കെ അറിയാന്നുള്ള പോലെയാണ് എൻ്റെ ഭാവം. അത് കേക്ക് റെഡിയായി അതിൻ്റെ കോളം കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. നമുക്ക് ശരിയാവുമെന്ന് തോന്നുന്നു. ഞാൻ ഇതൊരു ചെയ്തതൊന്നും ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. മൈദപ്പൊടി കുറച്ച് ഓക്കെ ഗായ്സ്, നമ്മൾ മൈദപ്പൊടി ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ചക്കയപ്പോണേ. അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ തിന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കി ഒന്ന് ഒതുക്കിയിട്ട് വേണം തിന്നെ. അപ്പം ഞാൻ ചുമ്മാ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ചക്കയപ്പം അതിനകത്തായിരുന്നു ഇരുന്ന്. അപ്പം അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഗൈസ്. ജെമിനി, ഞാൻ അടുപ്പത്തെല്ലാം വച്ചു. ഇഡലി തട്ടിലാണ് വച്ചത്. അപ്പം എല്ലാം ചെയ്തു. ഇനി എത്ര മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ? സാധാരണയായി 30 മുതൽ 40 വരെ മിനിറ്റ് വരെ എടുക്കും. എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ കട്ടിയും ചൂടും അനുസരിച്ച് സമയത്തിൽ മാറ്റം വരാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കേക്ക് വെന്തോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ടൂത്ത് പിക്ക് കേക്കിന്റെ നടുവിൽ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ വന്നാൽ
കേക്ക് വെന്തു എന്ന് മനസ്സിലാക്കാം. എന്നാലും ഒരു ഏകദേശം ഒരു ടൈം പറയോ? ഏകദേശം 30 മുതൽ 40 വരെ മിനിറ്റ് വരെ എടുക്കും. എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന മതി പാത്രത്തിന്റെ മതി മതി 30 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. തീർച്ചയായും 30 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പം ഇപ്പം 8:05 8:05 ഇനി 35 മിനിറ്റ് വരെയാണ് സമയം. അപ്പം 35 ആകുമ്പോൾ അവർ ഓർമ്മിപ്പിക്കും എന്നാണ് തോന്നണം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. തീർച്ചയായും 35 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ജെമിനി എടുത്ത വാക്കിലൊരു കാര്യം പറഞ്ഞു ഗൈസ്. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുവരെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് ചക്ക കേക്ക് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഇതെന്തായാലും ഇത് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് 30 മിനിറ്റ് എന്തായാലും സമയമുണ്ട്. അപ്പം 30 മിനിറ്റ് വരെ സംസാരിക്കാനൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആരാ? ജെമിനി, എനിക്ക് ചക്ക കേക്ക് തിന്നിട്ട് പോലുമില്ല ഞാൻ. ഓ, അങ്ങനെയാണോ? വിഷമിക്കേണ്ട. ചക്ക കേക്ക് ശരിക്കും നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്. ചക്കയുടെ മധുരവും കേക്കിന്റെ മൃദുലതയും ചേരുമ്പോൾ കിട്ടുന്ന രുചി ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ അത് ഞാൻ ഉണ്ടാക്കുമ്പോ കിട്ടണമെന്നില്ലല്ലോ. പറയൂ, ബാക്കി പറഞ്ഞോളൂ. ഓ, അങ്ങനെയാണോ? വിഷമിക്കേണ്ട. ചക്ക കേക്ക് ശരിക്കും നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്. ചക്കയുടെ മധുരവും കേക്കിന്റെ മൃദുലതയും ചേരുമ്പോൾ കിട്ടുന്ന രുചി ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിൽ വെച്ചാണോ അതോ കുക്കറിലാണോ? ഇഡലി തട്ടിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ശരി, ഇഡലി തട്ടിലാണെങ്കിൽ കുറഞ്ഞത് 20 മുതൽ 25 വരെ മിനിറ്റെങ്കിലും എടുക്കും. ഇതുകൊള്ളല്ല. ഇഡലി തട്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡലി തട്ടിലാണ് വയ്ക്കുന്നതെന്ന്. എത്ര സമയമെന്ന് അതിന് മുമ്പേ ഞാൻ എടുത്ത് ചോയ്സ് അല്ല. അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞു 30 തൊട്ട് 40 വരെ. ഇപ്പൊ 25 എന്നാ? ക്ഷമിക്കണം, ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടായി. ഇഡ്ഡലി തട്ടിൽ വെക്കുമ്പോൾ സാധാരണയായി 20 മുതൽ 25 വരെ മിനിറ്റ് മതിയാകും. എനിക്ക് ഒരു കരിഞ്ഞ് നാശമാകുമ്പോഴായിരിക്കും ഞാൻ എടുത്തത്. ഇപ്പൊ ചോദിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പൊ എന്തായാലും ഒരു 25 മിനിറ്റ് ആകുമ്പോ എന്നെ ഓർമ്മിപ്പിക്കണം. ഇനി ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. എന്റെ അടുത്ത് അത് നടക്കില്ല. എന്തായാലും ഒരു 25 മിനിറ്റ് ആകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കണം. ഇനി ഈ തെറ്റ് അതുകൊള്ളല്ല. എന്നെ ഓർമ്മിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. 25 മിനിറ്റ് ആകുമ്പോ. ക്ഷമിക്കണം, ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടായി. ഇഡ്ഡലി തട്ടിൽ വെക്കുമ്പോൾ സാധാരണയായി 20 മുതൽ 25 വരെ മിനിറ്റ് മതിയാകും. ഇടയ്ക്കിടെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക. നിങ്ങൾ എന്തായാലും ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. 20 മിനിറ്റ് ആകുമ്പോ എന്നെ അറിയിക്കണം. ഓക്കെ, 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. അതുവരെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നിങ്ങൾക്ക് ചക്ക കേക്കിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ ചക്ക കേക്ക് ആവുമ്പോ തിന്നിട്ട് കാര്യം പറയാം. വല്ലാത്തൊരു ഏണി കേസാണ് ഈ സാധനം. ഗായ്സ്, ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടാ, റിസ്ക് എടുത്ത് അത്യാവശ്യം ഒരു ബേസിക് ഉണ്ടെങ്കിൽ ചെയ്യാം. ആരും റിസ്ക് എടുത്ത് ഗൂഗിളെല്ലാം ചെയ്തു തരുമെന്നും പറഞ്ഞ് കാത്തിരിക്കരുത്. ഇപ്പം തന്നെ എനിക്കൊരു 8ന്റെ പണിയാണ് കിട്ടിയത്. കാരണം മറ്റേ ഇഡലി തട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കുറച്ച് ചോദിച്ചപ്പോൾ ഇപ്പം എത്ര ടൈമായെന്ന് ചോദിച്ച്. അപ്പം അവർ പറയില്ലേ, ക്ഷമിക്കണം, സമയം പറയാൻ എനിക്ക് പറ്റൂലെന്ന്. അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാവൂ. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇത് വീഡിയോ കാണണമെന്നുണ്ടായിരുന്നു, പിന്നെ വിചാരിച്ച് ചെയ്യാമെന്ന്. വീഡിയോ കണ്ടിട്ടില്ല ചക്ക കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ക്ഷമിക്കണം, സമയം കൃത്യമായി പറയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആയില്ല, 10 മിനിറ്റ് ആയി കാണും. 10 മിനിറ്റ് എന്നാലും 20 മിനിറ്റ് ആയി കാണുമെന്ന് കണ്ടോ? ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾ. ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ അറിയാന്നുള്ളവര് ജസ്റ്റ് ഒരു ഗൈഡ് പോലെ നോക്കിയാൽ മതി. അറിഞ്ഞുകൂടാത്തവർ എന്തെങ്കിലും ചെയ്തിട്ടേ നോക്കാവൂ. പറയണ ഞാൻ പറയുന്നതാണ്. നിർത്തങ്ങോട്ട് ദേഷ്യം വന്ന്. അപ്പം ഇത് ഏകദേശം ആവറായതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണുണ്ട്. അപ്പം വീഡിയോ തുടർന്ന് പോട്ടെ ഗൈസ്. ഇപ്പം തന്നെ പണി കിട്ടുമെന്നൊരു ചെറിയ പേടിയുണ്ട്. നോക്കാം. ഗൈസ്, ഇത്ര ആയിട്ടേ ഉള്ളേ. ഇനി ആവാറുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ട ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ചക്കയപ്പം തിന്നട്ടെ.
ഗൈസ്, മുത്തശ്ശി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നു. മുത്തശ്ശിയാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്ക് കുറേ ആഗ്രഹമാണ്. മുത്തശ്ശി മീൻ കറിയൊക്കെ നല്ല രുചിയാണ്. ആ പണ്ടത്തെ കൈപ്പുണ്യൊക്കെ ഇടും. അപ്പം മുത്തശ്ശിയുടെ ഞാൻ എപ്പോൾ പോയാലും മീൻകറി കാണാതിരിക്കാതിരിക്കാതിരിക്കാതിനുള്ള കുറവ്. മീൻകറി ഇല്ല. ഞാൻ ഒരു ദിവസം എപ്പോൾ പോയാലും അവിടെ മീൻകറി കാണും. അപ്പം മെയിനായിട്ട് ഒബ്ജക്റ്റീവ് മീൻകറിയാണ് എൻ്റെ. അങ്ങനെ മുത്തശ്ശിയെ കണ്ടിട്ട് അവിടെ നിന്ന് ചോറ് തിന്നു. എന്ത് കഴിച്ചാലും ഞാൻ അവിടെ നിന്ന് ചോറ് തിന്നു. അത് വേറെ കാര്യം. അപ്പം ഇതും ആ മുത്തശ്ശിയുടെ കൈപ്പുണ്യം തന്നെയാണ്. മുത്തശ്ശിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഗൈഡ് മുത്തശ്ശിയായിരുന്നു, അമ്മ ഉണ്ടാക്കി. അപ്പം ഇനി നമുക്ക് മുത്തശ്ശി ഇവിടെ കുറച്ച് മീൻകറിയും വയ്പ്പിക്കണമെന്നുണ്ട് മുത്തശ്ശിയെ കൊണ്ടിവിടെ. അപ്പം നടക്കുമെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യും. ഞാൻ അപ്പം തിന്നിട്ടുണ്ടേ. ഗൂഗിള് ചതിക്കുവോ? എന്തൊക്കെ സ്മെല്ല് പറഞ്ഞുണ്ട്. നോക്കാം. എനിക്ക് ഒരു പാട്ട് പാടിത്തരോ? തീർച്ചയായും. ഏത് തരത്തിലുള്ള പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? പഴയ പാട്ടാണോ അതോ പുതിയ പാട്ടാണോ? മെലഡിയാണോ അതോ ഫാസ്റ്റ് സോങ് ആണോ വേണ്ടത്? ഏതായാലും മതി. തീർച്ചയായും. ഇതാ ഒരു ചെറിയ പാട്ട്. പാട്ടിന്റെ ഈണം: പുഴയോരം പൂക്കൾ വിരിഞ്ഞു, കിളികൾ പാടി, പറന്നുയർന്നു, മഴവില്ല് മാനത്തു മിന്നി, പ്രകൃതി തന്റെ താളം വീട്ടി. ഇഷ്ടായോ? കുറച്ചും കൂടെ ഈണത്തിൽ പാടായിരുന്നു. ശരി, ഇതാ കുറച്ചുകൂടി ഈണത്തിൽ. പാട്ടിന്റെ ഈണം: പുഴയോരം പൂക്കൾ വിരിഞ്ഞു, കിളികൾ പാടി, പറന്നുയർന്നു, മഴവില്ല് മാനത്തു മിന്നി, പ്രകൃതി തന്റെ താളം വീട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. കീപ് ഇറ്റ്. തീർച്ചയായും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും പാട്ട് കേൾക്കണോ? വേണ്ട. സിനിമ പാട്ട് എന്തെങ്കിലും പാടാൻ പറ്റുമോ? തീർച്ചയായും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമാ പാട്ട് പറയാമോ? കൺമണി പൂവേ തുടരും സിനിമയല്ലേ? തീർച്ചയായും. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന പാട്ട് പാടാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് കാണാൻ വന്ന പെണ്ണല്ലേ, മിഴിയോരം കള്ളച്ചിരി. കണ്ണെഴുതി പൊട്ടും തൊട്ടല്ല, കൺമണി പൂവേ തുടരും സിനിമയിലെ കൺമണി പൂവേ. ക്ഷമിക്കണം, എനിക്ക് നിങ്ങൾ പറഞ്ഞ പാട്ട് അറിയില്ല. നിങ്ങൾക്ക് മറ്റൊരു പാട്ട് പറയാമോ? പെണ്ണെ പാട്ട്. തീർച്ചയായും. കിളിപ്പെണ്ണെ എന്ന പാട്ട് പാടാം. കിളിപ്പെണ്ണെ നിലാവിൻ കൂടാരം തന്നില്ലേ, കിനാവിന്റെ തമ്പാളം കണ്ടില്ലേ, ഈറൻ കാറ്റിൽ താനേ, ഈരാവിൻ പൂന്തൊട്ടിൽ താനേ, ഈരാവിൻ പൂന്തൊട്ടിലാടിയില്ലേ. ഇഷ്ടായോ? ഒട്ടും ഇഷ്ടായില്ല. ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൽ വിഷമമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പാട്ട് പറയാമോ? വേണ്ട, എനിക്ക് ഇനി ഒരു പാട്ടും കേൾക്കണ്ട. ഇപ്പൊ തന്നെ ഏകദേശം സമയമായി. ഗൂഗിൾ ചതിച്ചു എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല. ആവിയെല്ലാം പരക്കണുണ്ട്, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിഞ്ഞില്ല. ഗൈസ്, അപ്പം ബോറാവേണമെങ്കിൽ ഞാനൊരു പാട്ട് പാടാം ഗൈസ്. നോക്കട്ടെ. ഐ തിങ്ക് സോ. എനിക്കിപ്പം തൊണ്ട വയ്യ, എന്നാലും ഞാൻ അത്യാവശ്യം പാടും. ഗസ് ചെയ്യണേ. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിടിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ മടിമറന്നു പോയോ, ഒരു കഥയായി അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെൻ്റെ ഈ വഴിയിൽ വിട പറയുമേതോ നിഴലിൻ വിരലുകളായി, അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ.
താങ്ക് യു ഗൈസ്. ഇത്ര എനിക്ക് പാടാൻ പറ്റുള്ളൂ, ഇനി എന്നെ കൊണ്ട് താങ്ങില്ല. പാട്ട് പാടിയപ്പം ഏതോ ഒരു ലിറിക് എനിക്ക് തെറ്റിപ്പോയി, ഞാനത് പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ക്ഷമിച്ചേക്കുക. എന്തായാലും ഞാൻ ഇനിയും പാട്ട് പാടാം, ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പാട്ട് പാടാം. അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പ്ലീസ് കമൻറ്റ് ഗൈസ്. ആരും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാറില്ല, അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഗൈസ്. എനിക്കിത്തിരി എനിക്കറിയാം പോസിറ്റീവ് കമൻറ്റ് എവിടെ ഉണ്ടോ അവിടെ നെഗറ്റീവ് കമൻറ്റ് കാണുമെന്ന്. നെഗറ്റീവ് കമൻറ്റ് ഐ ഡോണ്ട് കെയർ, ബട്ട് പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവർ പ്ലീസ് കമൻറ്റ്. എങ്ങനെയുണ്ട് പാട്ടെന്നും ഈ വ്ളോഗ് എങ്ങനെയുണ്ടെന്നും ഓവറോൾ എങ്ങനെയുണ്ടെന്നും ഇടുക. ഞാൻ എന്തായാലും ലാഗ് അടിപ്പിക്കില്ല, പറ്റുന്നത് ടൈം ലാപ്സ് ഇട്ട് അത്യാവശ്യം ലാഗായ പോർഷൻസ് കട്ടിങ് ചെയ്ത് ഇടുള്ളൂ. അപ്പം കേക്ക് ഇതുവരെ ആയില്ല, അതാണ് എൻ്റെ കുഴപ്പം, അതാണ് ഞാൻ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഗായ്സ് ഐ തിങ്ക്സ് എല്ലാം കുളമായി, ഇതുവരെ വെന്തിട്ടില്ല ഒന്നാമത്തെ കാര്യം. പിന്നെതാ ഇതുപോലെയായി, എനിക്ക് അറിഞ്ഞൂടാ ഗായ്സ്. എനിക്ക് ആ ചരുവത്തിൽ വെച്ചപ്പോൾ വെന്തില്ല, അപ്പം ഇങ്ങനെ വച്ച് ഗായ്സ്. ദാവം നോക്കട്ടെ. ഞാൻ ഇന്നലെയാണ് വീഡിയോ എടുത്തത് ഇതിൻ്റെ, അപ്പം ഇന്നലെ മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയില്ല, സാധനം വെന്തോ ഒന്നുമില്ല. അപ്പം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് മൈദമാവും ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്തിട്ട് അമ്മച്ചി തേപ്പാണ് ചില കാര്യങ്ങളിൽ. അപ്പം നമ്മൾ ഗൂഗിൾ അമ്മച്ചി ആശ്രയിച്ചില്ല ഇത് ചെയ്തപ്പം. അപ്പം നോക്കാം. മിൽക്ക് മെയ്ഡും ഷുഗർ സിറപ്പും പാലും കൂടെ ചേർത്തുണ്ടാക്കിയ സാധനവും ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ ചക്ക വെച്ച് പാൻ കേക്ക് ഉണ്ടാക്കി, ആ മാവ് വെച്ച് തന്നെ പാൻ കേക്ക് ഉണ്ടാക്കി. അതും ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിക്കാൻ പോകണം. നല്ല സാധനം. ഇങ്ങനെയൊക്കെ പണി പാളിപ്പോയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ. പാളിപ്പോയാൽ 8 നിലയിൽ പൊട്ടിയ സാധനമാണ് നമ്മൾ എന്തൊരു ജീവൻ വെച്ചെടുപ്പിച്ചത്. ഗൂഗിൾ അല്ല, ഹ്യൂമൻ ആണെന്ന്. ഗൂഗിൾ അല്ല, ഹ്യൂമൻ ആണെന്ന് ഞാൻ പറയണ. സെറ്റ് സാധനം. കേക്ക് ഉണ്ടാക്കാൻ പോയത് പാൻ കേക്ക് വരെ ആയി. ഗൈസ്, ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാ പ്ലഫി ആക്കിയൊക്കെ ആയിരുന്നു. അപ്പം ഓൾറെഡി ഞാൻ തിന്നു, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് ഒന്നാമത്തെ കാര്യം ഇത് ഇതാവാനുള്ള. ഇപ്പം സോഫ്റ്റും കൊള്ളാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരും ജെമിനി ചെയ്ത് നോക്കണ്ട. കേക്ക് അത്യാവശ്യം ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും കണ്ടുവച്ചിട്ട് ചെയ്യാവൂ. ഞാൻ അതൊന്നും എടുത്ത് ചാടിക്കൊണ്ടാണ് ഐ തിങ്ക് സോ ഇങ്ങനെയായി മാറിയത്. എന്തായാലും ഒടുക്കം അത് സക്സസ് ആയതിൻ്റെ ഒരു ചെറിയ സന്തോഷം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ജെമിനിയുടെ ഗൈഡ് ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അവസാനം വരെ കണ്ടവർക്കെല്ലാം വളരെ നന്ദി. അപ്പോൾ എല്ലാവരും അവരവരുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഗൂഗിൾ ജെമിനി ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തുകൊണ്ട് ചെയ്യുക. അത് എന്നിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.